കൂടുതൽ സിഗ്നൽ കിട്ടുമ്പോൾ നമുക്ക് കുറഞ്ഞ ഫീറ്റ് ഡിഷിൽ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സാറ്റലൈറ്റുകൾ നമുക്ക് കുറവാണ്. എന്നാൽ അങ്ങനെയുള്ളൊരു 3 സാറ്റലൈറ്റുകൾ നമുക്കുണ്ട്. 40 സെൻറ്റിമീറ്റർ ഡിഷിൽ വരെ ട്രാക്ക് ചെയ്യാൻ പറ്റിയ 3 സാറ്റലൈറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ 40 സെൻറ്റിമീറ്റർ ഡിഷിൽ ട്രാക്ക് ചെയ്യാൻ പറ്റിയ 3 സാറ്റലൈറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. 95 ഡിഗ്രി, 40 ഡിഗ്രി, 42 ഡിഗ്രി. 42 സെൻറ്റിമീറ്റർ ഡിഷിലാണ് ഞാൻ ഇന്ന് ട്രാക്ക് ചെയ്യുന്നത്. അത് 40ഉം 42ഉം. 40 സെൻറ്റിമീറ്റർ ഡിഷിലെ 42 ഡിഗ്രിയും 40 ഡിഗ്രിയാണ് ട്രാക്ക് ചെയ്യുന്നത്. ഒരു ഡിഷിലായിരുന്നു നമ്മൾ 40, 45, 42 ട്രാക്ക് ചെയ്തത്. ഇത് 60 സെൻറ്റിമീറ്റർ ഡിഷിലാണ്. ഇപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ഈ കാണുന്ന ഡിഷിലാണ്. ഇത് കറക്റ്റ് പറഞ്ഞാൽ 42 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ ഒരു ഡിഷിൽ നിങ്ങൾക്കും എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം. ഒരു സിമ്പിൾ രീതിയാണ് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു രീതി. നമ്മൾ വെറുതെ ഒരു പരീക്ഷണം മാത്രം നോക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. കാരണം നമുക്കൊരു 60 സെൻറ്റിമീറ്റർ ഡിഷ് വാങ്ങാൻ കിട്ടും. അതിൽ സെറ്റ് ചെയ്തെടുത്താൽ ഈ പറഞ്ഞ സാറ്റലൈറ്റുകൾ കിട്ടും. എന്നാൽ കൂടുതൽ സിഗ്നൽ കിട്ടുന്ന സാറ്റലൈറ്റ് ഇങ്ങനെയും ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിഷിൻ്റെ അളവ് വീതിയിലാണ് അളക്കുക. നമ്മൾ 41 സെൻറ്റിമീറ്റർ ഉണ്ട്. ഡിഷ് ചിരിച്ച് വെച്ച് നോക്കാം. മതിലിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ചെരുവ് വരുന്നത് എത്ര സെൻറ്റിമീറ്റർ എന്ന് നോക്കാം. 35 സെൻറ്റിമീറ്ററാണ്. ചുമരുമെന്ന് 35 സെൻറ്റിമീറ്റർ ചെരുവിലാണ് വെച്ചിട്ടുള്ളത്. LNB സെറ്റ് ചെയ്ത രീതി നോക്കാം. ഡിഷിൻ്റെ ആ ചെരിഞ്ഞ ഭാഗത്തുനിന്ന് ഈ ഒരു പോക്കൽ ലെന്തുമേക്കുള്ള അകലം 26 സെൻറ്റിമീറ്റർ നോക്കുക. 26 സെൻറ്റിമീറ്റർ. ഈ പോക്കൽ ലെന്തിൻ്റെ ഹൈറ്റ് നോക്കുക. 41 സെൻറ്റിമീറ്റർ പോക്കൽ ലെന്തിൻ്റെ ഹൈറ്റ്. അപ്പോൾ മീറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുക, കേബിൾ നോക്കുക. ഇനി 42ൻ്റെയും 40ൻ്റെയും സിഗ്നൽ നോക്കാം. നമുക്ക് മീറ്ററിൽ എത്ര ശതമാനം കിട്ടും എന്നുള്ളത്. ഈ കേബിൾ നോക്കുക. LNBയിൽ നിന്ന് നേരെ കേബിൾ നോക്കുക. മീറ്ററിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത് 40ൻ്റെ സിഗ്നലാണ്. ഇനി 42ൻ്റെ നോക്കാം. 2 ടിപ്പിൻ്റെ സിഗ്നൽ നോക്കുക. ഇനി ഒന്നുകൂടി കാണിക്കുക കേബിൾ. ഓക്കെ, കേബിൾ നേരെ LNBയിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി LNB ഞാൻ പൊത്തിപ്പിടിക്കാം. മീറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. LNB പൊത്തിപ്പിടിക്കുമ്പോൾ സിഗ്നൽ പോകണം. എൻ്റെ മറവാണ്, അപ്പോൾ തന്നെ സിഗ്നൽ പോകുന്നുണ്ട്. വീണ്ടും സിഗ്നൽ വന്നു. ഇനി ഞാൻ LNB പൊത്തിപ്പിടിച്ചു. സിഗ്നൽ പോയി. ഓക്കെ, ഒന്നുകൂടി പൊത്തി കാണിക്കാം. ഓക്കെ, കൂടുതൽ സിഗ്നൽ കിട്ടുന്ന K ബാൻഡ് ആണെങ്കിലും C ബാൻഡ് ആണെങ്കിലും സാറ്റലൈറ്റുകൾ ഈ രീതിയിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഡിഷിൻ്റെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ സിഗ്നൽ പോകുന്നുണ്ടോ നോക്കുക. സിഗ്നൽ പോയി. ഓക്കെ, ഇനി ബാക്കോട്ട് പോകുന്നു. സിഗ്നൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചാനലിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞതാണ്. 25ഓളം ചാനൽ നമുക്ക് ഈ 2 സാറ്റലൈറ്റിൽ കൂടി കിട്ടും. കാണാൻ പറ്റുന്ന ചാനൽ 25 ഉണ്ട്. അതേപോലെ തന്നെ ഈ 45 ഡിഗ്രി ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ ട്രാക്ക് ചെയ്ത വീഡിയോ യൂട്യൂബിലുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സാറ്റലൈറ്റുകൾ 45, 42, 40, 95 ഇത്രയും സാറ്റലൈറ്റുകൾ നമുക്ക് ഈ രീതിയിൽ പിടിക്കാൻ പറ്റും.